പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ സ്കൂളിൻ്റെ നവതിയോടനുബന്ധിച്ച് പ്രത്യേകിച്ച് അതിന് നമ്മൾ പേര് നൽകിയിരിക്കുന്നത് ഇവാര 2K25 എന്നതാണ്. സെൻറ്റ് സേവിയർ സ്കൂളിൻ്റെ ഈ നവതിയോട് അനുബന്ധിച്ച് നടത്തുന്ന പത്രസമ്മേളനത്തിൽ പങ്കെടുക്കാനെത്തിയ നിങ്ങൾക്ക് എല്ലാവർക്കും ഏറ്റവും ഹൃദ്യമായിട്ടുള്ള സ്വാഗതം ആശംസിക്കുന്നു. ഈ വരുന്ന 28-ാം തീയതി നടക്കാവുന്ന കാര്യപരിപാടികൾ നിങ്ങളോട് നന്നായിട്ട് വിശദീകരിക്കുന്നതിനായിട്ട് നമ്മളെ ഏറ്റവും പ്രിയപ്പെട്ട പഞ്ചായത്ത് പ്രസിഡൻറ്റ് സുബിതി ചേച്ചിയുണ്ട്. അതുപോലെ സ്കൂളിൻ്റെ മാഷ് ജിബിൻ മാഷുണ്ട്. അവർ ഈ പ്രോഗ്രാമിനെ കുറിച്ച് വിശദമായിട്ട് നമ്മോട് സംസാരിക്കുന്നു. അവരെ ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. സ്കൂളിൻ്റെ നവതി ആഘോഷത്തോടനുബന്ധിച്ചുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു പ്രസ് മീറ്റ് നടത്തുന്നത്. നമ്മുടെ സ്കൂളിൻ്റെ മാനേജർ സൂചിപ്പിച്ചതുപോലെ എല്ലാ കാര്യങ്ങളും എങ്ങനെയൊക്കെയാണ് നടക്കുന്നത്, അതിൻ്റെ പ്രോഗ്രാം കാര്യങ്ങളൊക്കെ തന്നെ വളരെ വിശദമായിട്ട് HM ഇവിടെ സൂചിപ്പിക്കും. ഈ നവതി ആഘോഷം വിജയിപ്പിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികൾ, അതുപോലെ നാട്ടുകാർ, നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾ എല്ലാവരുടെയും കൂട്ടായ സഹകരണം നമുക്ക് ആവശ്യമാണ്. ആ കൂട്ടായ സഹകരണത്തോടു കൂടി വൻ വിജയകരമായി ഈ ഒരു നവതി ആഘോഷം ആഘോഷിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. എല്ലാവരും കൂട്ടായി ഒരുമിച്ച് ചേർന്ന് വലിയ ഒരു ഉത്സവമാക്കി നമ്മുടെ ഈ ഒരു നവതി ആഘോഷം മാറ്റിയെടുക്കണം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. മറ്റു കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ HM സൂചിപ്പിക്കുന്നതാണ്. 1935 സ്ഥാപിതമായ കോഴിക്കോട് അതിരൂപതയ്ക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന UP സ്കൂളാണ് പെരുവയൽ സെൻറ്റ് സേവിയർസ് UP സ്കൂൾ. 2025 ഈ വിദ്യാലയം നവതി ആഘോഷിക്കുകയാണ്. നവതിയുടെ ഭാഗമായി 7 മാസം നീണ്ടു നിൽക്കുന്ന പ്രവർത്തനങ്ങളാണ് സംഘടക സമിതി ആസൂത്രണം ചെയ്തിട്ടുള്ളത്. 2025 ഓഗസ്റ്റ് മാസം മുതൽ 2026 ഫെബ്രുവരി മാസം വരെ നീണ്ടു നിൽക്കുന്ന വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങളോടുകൂടി ചേർന്ന് നവതി ആഘോഷം സംഘടിപ്പിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങൾ, വിവിധതരം കൂട്ടായ്മകൾ, മെഡിക്കൽ ക്യാമ്പുകൾ, കലാകായിക മത്സരങ്ങൾ, സാഹിത്യ സാംസ്കാരിക സദസ്സുകൾ എന്നിങ്ങനെ ഒട്ടനവധി വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങൾ ഇതിൻ്റെ ഭാഗമായി നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഈ നവതി ആഘോഷത്തിൻ്റെ ഉദ്ഘാടനം 2025 ഓഗസ്റ്റ് 28 വ്യാഴാഴ്ച രാവിലെ 9:30 കോഴിക്കോട് അതിരൂപത മെത്രോപൊലീത്ത അഭിവന്ദ്യ വർഗീസ് ചക്കാക്കൽ പിതാവാണ് ഈ നവതി ആഘോഷം ഉദ്ഘാടനം ചെയ്യുന്നത്. ഇന്നത്തെ ഉദ്ഘാടന യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ബഹുമാന്യനായ MK രാഘവൻ MP അവർകളാണ്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട MLA ശ്രീ PTA റഹീം അവർകൾ ഈ യോഗത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുന്നു. ഇതിൽ പ്രദേശത്തെ സാംസ്കാരിക, രാഷ്ട്രീയ, സാമൂഹിക മണ്ഡലങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒത്തിരി മഹത് വ്യക്തികൾ ഈ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. കോർപ്പറേറ്റ് മാനേജർ മോൺസിഞ്ഞർ ഡോക്ടർ ജാൻസൺ പുത്തൻ വീട്ടിൽ, പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി സുബിത തോട്ടാഞ്ചേരി, അതുപോലെ പെരുവേൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ PK ഷറഫുദ്ദീൻ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീമതി സുധാ കമ്പളത്ത്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്തിലെ ശ്രീ N അബൂബക്കർ, പെരുവേൽ ഗ്രാമപഞ്ചായത്ത് 8-ാം വാർഡ് മെമ്പർ ശ്രീ വിനോദ് അളവന, ഗ്രാമപഞ്ചായത്ത് മെമ്പറായ ശ്രീ ഉനൈസ് അരീക്കൽ, അങ്ങനെ ഒട്ടനവധി വ്യക്തിത്വങ്ങൾ പങ്കെടുക്കുന്ന ഒരു ഉജ്ജ്വലമായ ഉദ്ഘാടന ചടങ്ങാണ് നവതി ആഘോഷത്തിൻ്റെ ഭാഗമായി ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ വിദ്യാലയത്തിൻ്റെ നവതി ആഘോഷത്തിൻ്റെ ഭാഗമായി ഒരു നവതി സ്മാരകം എന്ന നിലയിൽ ഒരു സ്റ്റേജ് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നു, ഒരു സ്മരണിക പുറത്തിറക്കാൻ ഉദ്ദേശിക്കുന്നു. ഇതെല്ലാം തന്നെ ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ വിപുലമായ രീതിയിലൊരു നവതി ആഘോഷം സംഘടിപ്പിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ഇതിൻ്റെ ഭാഗമായി ഉദ്ഘാടനത്തിൻ്റെ പ്രചരണാർത്ഥം വലിയൊരു വിപുലമായ വിളംബര ജാഥ സംഘടിപ്പിക്കുകയുണ്ടായി. ഏകദേശം 1000-ൽ പരം ആളുകൾ അതിൽ പങ്കെടുത്തു. ഒരു ഉജ്ജ്വല പ്രകടനമായിരുന്നു നവതി ആഘോഷത്തെ സംബന്ധിച്ച്. അതോടൊപ്പം തന്നെ 7 മാസം നീണ്ടുനിൽക്കുന്ന പ്രവർത്തനങ്ങൾ പറയുമ്പോൾ അതിന് കൃത്യമായ ഷെഡ്യൂളുകൾ വരുന്നേ ഉള്ളൂ. അപ്പോൾ നാടിൻ്റെ ഒരു ഉത്സവം, പ്രത്യേകിച്ച് 1935 സ്ഥാപിതമായി 90 വർഷങ്ങൾ പൂർത്തിയാക്കുമെന്ന് പറയുമ്പോൾ പെരുവേൽ പ്രദേശത്തെ നിരവധി തലമുറകൾക്ക് വിജ്ഞാനത്തിൻ്റെ വെളിച്ചം, അക്ഷര വെളിച്ചം പകർന്നു നൽകിയ വലിയൊരു സ്ഥാപനമാണ് ഈ വിദ്യാലയം. ഇന്ന് ഏകദേശം 1200-ൽ കൂടുതൽ കുട്ടികളും 40ഓളം അധ്യാപകരൊക്കെ ഇവിടെ സേവനം ചെയ്യുന്നുണ്ട്. ഒരു നാടിൻ്റെ ഉത്സവമാക്കി ഈ നവതി ആഘോഷം മാറ്റുക എന്നുള്ളതാണ് ഈ ഒരു സംഘടക സമിതി ഇതിൻ്റെ ഭാഗമായി തീരുമാനിച്ചിട്ടുള്ളത്. പെരുവേൽ പ്രദേശത്ത് പ്രത്യേകിച്ച് ഓരോ കാലഘട്ടത്തിലും വിദ്യാലയവുമായി പല രീതിയിൽ ബന്ധപ്പെട്ട വിദ്യാർത്ഥികളായിട്ടുണ്ടാകാം, രക്ഷിതാക്കളായിട്ടോ മറ്റേതെങ്കിലും സംഘടനകളായിട്ടോ ഏതെങ്കിലും രീതിയിൽ പല കാലഘട്ടങ്ങളിൽ വിദ്യാലയവുമായി ബന്ധപ്പെട്ട എല്ലാവരെയും അണിനിരത്തിക്കൊണ്ട്, എല്ലാവരെയും പരിഗണിച്ചുകൊണ്ട്, എല്ലാവരുടെയും പങ്കാളിത്തം ഉറപ്പുവരുത്തിക്കൊണ്ട് ഒരു നാടിൻ്റെ ഉത്സവമാക്കി ഈ വിദ്യാലയത്തിൻ്റെ നവതി ആഘോഷം മാറ്റുക എന്നുള്ളതാണ് സംഘടക സമിതി ഈ ഒരു നവതി ആഘോഷത്തിലൂടെ ഉദ്ദേശിക്കുന്നതും ലക്ഷ്യമിടുന്നതും. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഏകദേശം നമുക്ക് 90 വർഷങ്ങളെന്ന് പറയുമ്പോൾ
ഒത്തിരി പൂർവ്വ വിദ്യാർത്ഥികൾ ഉണ്ടാവാം. അവരുടെയൊക്കെ ബാച്ച് വൈസ് തിരിച്ചുള്ള പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങൾ നടത്താനുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ അധ്യാപക സംഗമങ്ങൾ, സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിലുള്ള ഓരോ വിദ്യാലയവുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഒത്തൊരുമിച്ച് ഒരു കൂട്ടായ്മ വളർത്തിയെടുക്കുക എന്നുള്ള ലക്ഷ്യം കൂടി ഇതിൻ്റെ ഭാഗമായി നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നവോദയാഘോഷത്തിൻ്റെ ഭാഗമായി ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ഇപ്പം വിദ്യാലയത്തിന് ഓണാഘോഷവും നവതി ആഘോഷത്തിൻ്റെ ഉദ്ഘാടനവും ഒരുമിച്ച് നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഏകദേശം 5000-ഓളം പേർക്ക് ഓണസദ്യ ഈ ഉദ്ഘാടനത്തിൻ്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. പെരുവേൽ പ്രദേശത്ത് എല്ലാവരെയും ക്ഷണിച്ചിട്ടുണ്ട്. എല്ലാവരും വന്ന് ഒത്തുചേർന്ന് ഉദ്ഘാടനവും നവതി ആഘോഷങ്ങളുടെ ഉദ്ഘാടനവും ഓണാഘോഷവും ഒരുമിച്ച് സംഘടിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. 7 മാസമാണ്. 2025 ഓഗസ്റ്റ് മുതൽ 2026 ഫെബ്രുവരി വരെ. ഫെബ്രുവരി മാസം സമാപിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ഖഡോഡി ഗോൾഡൻ ഡയമണ്ട്സ്, മാവൂർ, പൂവാട്ടുപറമ്പ്. കൂടുതൽ വാർത്തകൾ ലഭിക്കാൻ സ്പോർട് മീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാട്സാപ്പിൽ ലഭിക്കാൻ സ്പോർട് മീഡിയ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക.